നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നമ്മുടെ ഗവർണർമാർക്കൊന്നും തന്നെ പ്രത്യേകിച്ച് ഓണാഘോഷ പരിപാടികളിലൊന്നും പങ്കെടുക്കാനുള്ള അവസരം നൽകിയിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാനായപ്പോഴും ഇപ്പോഴും ഗവർണർ മാറി വന്നപ്പോഴും ഇതേ നിലപാട് തന്നെയാണ്, ഇതേ ശത്രുതാ മനോഭാവം തന്നെയാണ് തുടർന്നു വരുന്നത്. സർക്കാർ രാജ്ഭവൻ ഏറ്റുമുട്ടൽ തുടരുന്നതിനാൽ ഗവർണർക്ക് ഇപ്രാവശ്യവും സംസ്ഥാന സർക്കാർ നടത്തുന്ന ഓണം വാരാഘോഷത്തിന് ക്ഷണമില്ല. സാധാരണ ഓണം വാരാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് നടത്തുന്ന ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് ഗവർണറാണ്. തുടർന്ന് പ്രധാന വേദിയിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഒപ്പമിരുന്ന് ഗവർണറും കുടുംബവും ഘോഷയാത്ര കാണും. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ 2022 ഈ പതിവ് തെറ്റിയത്. സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറുമായി തുറന്ന ഏറ്റുമുട്ടൽ നടക്കുന്ന സമയമായിരുന്നു അത്. 11 ഓർഡിനൻസുകൾ അംഗീകാരം കാത്ത് രാജ്ഭവനിൽ ആയിരുന്നു. അസ്വസ്ഥത നീർനിൽക്കുന്നത് കണക്കിലെടുത്ത് ഗവർണറെ ക്ഷണിക്കാതെ ഓണാഘോഷം സർക്കാർ നടത്താനാണ് തീരുമാനം. ക്ഷണമില്ല എന്ന് കണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ അന്നേ ദിവസം അട്ടപ്പാടിയിൽ ആദിവാസികൾക്കൊപ്പം ആഘോഷിച്ചത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. ഗവർണർ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷത്തിന് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ക്ഷണിച്ചും അവർ പകരം വീട്ടി. 2023 സ്ഥിതി അല്പം മെച്ചപ്പെട്ടു. തുടർന്ന് മന്ത്രിമാരായ V ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസും രാജ്ഭവനിലെത്തി ഗവർണറെ നേരിട്ട് ക്ഷണിച്ചു. ഓണക്കോടിയും സമ്മാനിച്ചു. ക്ഷണം സ്വീകരിച്ച ഗവർണർ എത്തി. എന്നാൽ പിന്നീട് ബന്ധം വീണ്ടും വഷളായി. ഒടുവിൽ വീണ്ടും ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. ഔദ്യോഗിക യാത്രയയപ്പ് പോലും ഇല്ലാതെ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി പോയി. പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വന്ന ആദ്യകാലത്ത് സർക്കാരുമായി നല്ല ബന്ധമായിരുന്നു. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിറന്നാളിന് അദ്ദേഹം ക്ലിഫ് ഹൌസിലെത്തി ആശംസയും നേർന്നു. മുഖ്യമന്ത്രിയും ഭാര്യയ്ക്കൊപ്പം രാജ്ഭവനിലെത്തി. എന്നാൽ VC നിയമന തർക്കത്തിൽ ഗവർണറും സർക്കാരും അകന്നു. വിഷയം കോടതിയിലും എത്തി. ബില്ലുകളും ഒപ്പിടാനുണ്ട്. അകൽച്ചയ്ക്ക് ആഴം കൂട്ടി ഭാരതാംബ ചിത്ര വിവാദവും വന്നു. ഓഗസ്റ്റ് 15 ഗവർണർ വിശിഷ്ട അതിഥികൾ ആയിരിക്കെ രാജ്ഭവനിൽ ഒരുക്കിയ അറ്റ് ഹോം പരിപാടിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തില്ല. ആ പകയും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഓണാഘോഷത്തിനും ഇത്തവണയും ഗവർണറിന് ഇതില്ല, ക്ഷണമില്ല. അതുകൊണ്ട് തന്നെ ഗവർണർ പക്ഷേ നേരത്തെ ഉള്ള ഗവർണർ ചെയ്ത രീതി തന്നെ അട്ടപ്പാടിയിലെ ആദിവാസികളുമായി ഓണം ആഘോഷിക്കാനാണ് സാധ്യത നടക്കമുള്ള വിവരങ്ങളും വരുന്നുണ്ട്. അതുമല്ലെങ്കിൽ റോഡിൽ ഇറങ്ങി നിന്ന് ഒരു സാധാരണക്കാരനെ പോലെ ഓണാഘോഷയാത്രയൊക്കെ തന്നെ കാണാൻ ഇറങ്ങുമോ എന്നതുകൂടി സംശയം നിഴലിക്കുന്നുണ്ട്. ഏതായാലും സംഭവം കളറാവുന്നുണ്ടെങ്കിലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് അത് ശക്തമായി തന്നെ മുറുകുകയാണ്.